Hello all, hope you all are safe and sound. Welcome to Vrindavanam. So this is probably the first long video that I am posting. Yeah, I usually don't post regularly, but you guys have been supporting me. സോ ഹലോ മൈ ഡിയർ ഫാമിലി. ആൻഡ് ഇത് ഞാൻ എൻ്റെ കുറച്ച് ചെടികളുടെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ അടുത്ത് ഒരു 20-ൽ കൂടുതൽ ചെമ്പരത്തീൻ്റെ കളക്ഷൻസ് തന്നെയുണ്ട്. അപ്പം so this is quite a normal type of hibiscus which is found in Kerala. പിന്നെ ഇത് എൻ്റെ അടുത്തുള്ള കുറേ ടൈപ്പ് റോസസ് ഉണ്ട്, അതിലൊന്നാണിത്. ഇത് വേറൊരു ചെമ്പരത്തിയാണ്. ഇപ്പോൾ ചെമ്പരത്തി നല്ല നാടൻ ചെമ്പരത്തി, അത് കൂടാണ്ട് ബഡ് ചെയ്ത ചെമ്പരത്തിയും ഒക്കെ ഉണ്ട്. അപ്പം ഇത് ഈ റോസിൻ്റെ ഈ ചെമ്പരത്തിൻ്റെ ആ ഒരു ഷേപ്പ് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ച് സ്പൈറലായിട്ടാണ് വരുന്നത്. പിന്നെ ഇത് വേറൊരു ടൈപ്പാണ്. ഇത് ഞാൻ ഏതൊരു സ്ഥലത്തു നിന്ന് കണ്ട് ഞാൻ കൊണ്ടുവന്ന് നട്ട ഒരു ഫ്ലവറാണ്. പിന്നെ ദിസ് ഈസ് മൈ ബൊഗെയിൻവില്ല കളക്ഷൻ. എൻ്റെ കയ്യിൽ ഇതിൽ കൂടുതലുണ്ടായിരുന്നു. അപ്പം ഞാൻ സീസൺ അനുസരിച്ചിട്ട് എൻ്റെ ഗാർഡൻ റീഅറേഞ്ച് ചെയ്യുമ്പം ആ ബൊഗെയിൻവില്ലേൻ്റെ ടൈം കഴിയുമ്പോൾ ഞാൻ അതിനെ മാറ്റി വയ്ക്കും. സോ എൻ്റെ കയ്യിൽ ഓൾമോസ്റ്റ് ഒരു 10-ൽ കൂടുതൽ കളേഴ്സ് ഓഫ് ബൊഗെയിൻവില്ല ഉണ്ടാവും. സോ ഇത് കൂടാണ്ട് ഞാൻ പല ടിപ്സും പറഞ്ഞു തരാം. നമ്മൾ ചെടി വളർത്തുന്നത് മാത്രമല്ല, അത് മെയിൻറ്റെയിൻ ചെയ്യുക, അതുപോലെ അതിൻ്റെ അകത്ത് ഒരു പെസ്റ്റോ ഒന്നും വരാണ്ട് നോക്കുക എന്നുള്ളത് ഇറ്റ്സ് ക്വൈറ്റ് ടയർസം. സോ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഐ വിൽ ബി ഷെയറിങ് വിത്ത് യു പീപ്പിൾ. ആൻഡ് so this is how my bougainvillea garden looks. And ഒരു ലാവൻഡർ കളറൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു. ഇത് കൂടാണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട് ഫ്രൂട്ട്സിൻ്റെ കളക്ഷനും ഉണ്ട്. ഇത് വന്നിട്ട് ഒരു മാവാണ്. ഇപ്പം നമ്മൾ നട്ടിട്ട് അത്രേ ആയിട്ടുള്ളൂ. പക്ഷേ ഈ മാവ് എന്താണെന്ന് വെച്ചാൽ ഇപ്രാവശ്യത്തെ വിഷുവിന് ആ മാവ് കായ്ച്ചു. അങ്ങനെ എനിക്ക് ഒരു മാമ്പഴം കിട്ടി. അതാണ്. ഇത് കൂടാണ്ട് ഞാൻ നട്ട വേറെ ഫ്രൂട്ട്സൊക്കെയാണ് ഈ കാണുന്നത്. ഫ്രൂട്ട്സിൻ്റെ ചെടിയും അതൊക്കെയാണ് ഈ ഭാഗത്ത് കാണുന്നത്. പിന്നെ ഇത് റോസ്. ഞാനൊരു സ്ഥലത്ത് ഞാൻ യൂഷ്വലി പ്ലാന്റ്സ് മേടിക്കാൻ പോകുന്ന സ്ഥലത്ത് റോസാണ്. ഇത് ഞങ്ങളുടെ അവിടെയുള്ള ഒരു ബൊഗെയിൻവില്ലയാണ്, ഓറഞ്ച് കളർ. പിന്നെ അഗൈൻ ബേബി പിങ്ക്. പിന്നെ ഇതിന് കാശിത്തുമ്പ എന്ന് പറയും, പട്ടാണി. പിന്നെ ഇത് ലില്ലിപ്പൂവാണ്. 3 കളറിലുള്ള ഒരു ലില്ലിപ്പൂവാണിത്. അപ്പം ഇതിൻ്റെ 3 കളറിലുള്ള വെറൈറ്റീസ് എൻ്റെ അടുത്തുണ്ട്. അതിൻ്റെ ബാക്കിൽ കാണുന്നതാണ് സ്നേക്ക് പ്ലാന്റ്. പിന്നെ ദിസ് ഈസ് അഗൈൻ ഒരു ചെമ്പരത്തി. പിന്നെ ഇത് ഒരു തോട്ടവാഴയാണ്. തോട്ടവാഴേൻ്റെ തന്നെ പല ഇതുണ്ട്. തോട്ടവാഴേനെ നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്താ പറയുക, ഈ ഭാഗത്ത് കണ്ണൂർ സൈഡിലൊക്കെ ഇതിന് തോട്ടവാഴ എന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പം ഈ കാണുന്നത് ചൈനീസ് ബ്ലോസമാണ്. അതിൻ്റെ ഇല നോക്കൂ, അത് എന്താണ് നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു ഗ്രീൻ കളറല്ല, കുറച്ചും കൂടി ഡാർക്കാണ്. ഇത് നമ്മളെ ബഡ് റോസാണ്. പണ്ടൊരു ട്രെൻഡ് ഉണ്ടായിരുന്നില്ലേ, വാക്സ് ഉരുക്കി നമ്മൾ പൂക്കൾ ഉണ്ടാക്കുന്നത്, അതുപോലെ ഉണ്ടല്ലേ കാണാൻ വേണ്ടിയിട്ട്. നല്ല അട്ടി വെച്ച ഇലകൾ, അതായത് എതളുകൾ, നല്ല ഭംഗിയില്ലേ കാണാൻ. പിന്നെ ഇത് ഡിസംബർ ഫ്ലവറാണ്. ഇത് നിങ്ങൾ ഇതിനകത്ത് കാണുന്ന ഓരോ ചെടിയും ഞാൻ ഇങ്ങനെ ഓരോ സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. അതായത് ഓരോ ഫ്ലവർ ഷോയ്ക്കും അങ്ങനെ ഓരോ നഴ്സറിയിലും ഇങ്ങനെ അന്വേഷിച്ച് പോയി കൊണ്ടുവന്ന് നട്ട ഓരോ ചെടിയാണ് ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന ഓരോന്നും. പിന്നെ ഇത് അഗൈൻ ഒരു കാശിത്തുമ്പയാണ്. പിന്നെ ഇതൊന്നും കൂടാണ്ട് ഞാൻ മെഡിസിനൽ പ്ലാന്റ്സും ഒക്കെ നട്ട് വയ്ക്കാറുണ്ട്. പിന്നെ എൻ്റെ കയ്യിൽ ഇൻഡോർ പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ ഉണ്ട്. അതൊക്കെ അടുത്ത വീഡിയോയിൽ കാണിക്കാം. താങ്ക് യു.